നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. തെക്കൻ കേരളത്തിൽ നിന്ന് എന്തൊക്കെ വാർത്തകൾ പ്രതീക്ഷിക്കാമെന്ന് നോക്കാം. എസ് വിനേഷ് കുമാർ വീണ്ടും ചേരുകയാണ്. വിനേഷ്, ഗുഡ് മോർണിംഗ് അഗെയിൻ. ഇപ്പോൾ നിയമസഭയിൽ ഇന്നെന്താകും എന്നൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ പുതിയൊരു തന്ത്രം കൂടി പ്രതിപക്ഷം കൊണ്ടുവന്നല്ലോ. കഴിഞ്ഞ ദിവസം എന്തായാലും സഭ തടയില്ല, അതിന് പകരം 2 MLA-മാർ ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കമുള്ള കാര്യങ്ങൾക്കെതിരായിട്ട് നിയമസഭാ കവാടത്തിൽ സത്യാഗ്രഹം ഇരിക്കുന്നു എന്ന് പറയുന്ന സ്ട്രാറ്റജിയിലേക്ക് പോകുന്നു. ഒപ്പം തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കുറേ അപ്ഡേഷൻസ് വരുന്നുണ്ടല്ലോ. തീർച്ചയായും സഭ പ്രക്ഷുബ്ധമാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സഭയ്ക്ക് അകത്തും പുറത്തും വരും ദിവസങ്ങളിൽ സമരം ശക്തമാക്കാനാണ്, പ്രതിഷേധങ്ങൾ ശക്തമാക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിൻ്റെ തീരുമാനം. ഈ ഒരു സാഹചര്യത്തിൽ 2 MLA-മാർ എന്തായാലും അവിടെ നിരാഹാരം ഇരിക്കുന്നുണ്ടെങ്കിൽ പോലും സഭയിൽ ഈ വിഷയം കൊണ്ടുവരികയും ഇത് ഉന്നയിച്ചുകൊണ്ട് ഭരണപക്ഷത്തെ പരമാവധി പ്രതിരോധത്തിലാക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി പ്രതിപക്ഷത്തിനുണ്ട്. ആ റോള് കൃത്യമായി അവർക്ക് ചെയ്യാൻ കഴിയും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും രമേശ് ചെന്നിത്തലയും VD സതീശനും ഉൾപ്പെടെയുള്ളവർ പല പരിപാടികളിലും പങ്കെടുക്കുന്നുണ്ട്. പല പ്രതിഷേധ പരിപാടികളും ഇന്നലെ ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നും ഇത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ നടന്നേക്കും. പല ഭാഗങ്ങളും ഇത്തരത്തിലുള്ള സ്വർണ്ണക്കൊള്ള പരമാവധി ഉയർത്തുക എന്നുള്ളതാണ്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. പരമാവധി ഈ വിഷയം ഉന്നയിക്കുക എന്നുള്ളത് തന്നെയാണ്. അത് സഭയ്ക്ക് അകത്തും പുറത്തും ഇത് വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മറ്റൊന്ന്, സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. ഇതിൽ ആദ്യ അറസ്റ്റിലായ കട്ടിളപ്പാളി കേസിലാണ് ഇത് പരിഗണിക്കുന്നത്. അതിനു മുമ്പുള്ള ദ്വാരപാലക കേസിൻ്റേത് പിന്നീട് ഇന്ന് ജാമ്യാപേക്ഷ നൽകുകയുള്ളൂ. 1-ാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തന്ത്രിക്ക് അടുത്ത ബന്ധമാണ് ഉള്ളതെന്നാണ് SIT പറയുന്നത്. അതിൽ SIT ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ജാമ്യം നൽകരുതെന്നുള്ള നിലപാടിലേക്ക് പ്രോസിക്യൂഷൻ മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമുക്കറിയാം, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറ്റപത്രം ഇതുവരെയും സമർപ്പിച്ചിട്ടില്ല. ഈ ലൂപ്പ് ഹോളിലൂടെ പ്രതികൾക്ക് ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അത് എത്രത്തോളം തടയാൻ കഴിയും എന്നുള്ള ഒരു നീക്കം കൂടി SITയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരാൾക്ക് ജാമ്യം ലഭിച്ചിരുന്നു. ശബരിമല സ്വർണ്ണപ്പാളി കവർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യ ജാമ്യം കൂടിയാണ്, ആദ്യമായി ഒരു പ്രതിക്ക് ലഭിക്കുന്ന ജാമ്യം കൂടിയായിരുന്നു മുരാരി ബാബുവിന് ലഭിച്ചത്. അതുപോലെ തന്നെ മറ്റുള്ളവരും ഇറങ്ങിപ്പോകാനുള്ളൊരു സാധ്യത, അല്ലെങ്കിൽ അവർക്ക് ജാമ്യം ലഭിക്കാനുള്ളൊരു സാധ്യത കണക്കിലെടുത്തുകൊണ്ട് തന്നെ വളരെ തന്ത്രപരമായ ഒരു നീക്കം തന്നെയായിരിക്കും SITയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മറ്റൊന്ന്, ഹർഷിനയുടെ സമരം നേരത്തെ അജി കുഞ്ഞുമാൻ സൂചിപ്പിച്ച പോലെ തന്നെ അതെന്തായാലും തിരുവനന്തപുരത്തേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. എന്തായാലും ആരോഗ്യമന്ത്രിയുടെ നിരന്തരമായ ആരോഗ്യമന്ത്രി പറഞ്ഞിരിക്കുന്ന ഇവർ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആവശ്യങ്ങൾ പരമാവധി ആരോഗ്യമന്ത്രി തള്ളിയത് നമ്മൾ കണ്ടതാണ്. പല വാഗ്ദാനങ്ങളും അവർക്ക് പാലിക്കാൻ കഴിയാതെ പോയതുകൊണ്ട് തന്നെ അവരുടെ ഹർഷിനയുടെ സമരം ഇനി തലസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ തുടരാൻ തന്നെയാണ് സാധ്യത. ഇതാണ് പ്രധാനമായും തെക്കൻ കേരളത്തിൽ നിന്നുള്ള വിവരങ്ങൾ. ശരി, എസ് വിനേഷ് കുമാറാണ് തെക്കൻ കേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന വാർത്തകളുടെ വിവരങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.